ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നാടൻ വെണ്ടയ്ക്ക, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ്. അത് നമ്മളൊരു കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാളികേരം ഒന്ന് തിരുമ്മിയെടുത്തതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, കരിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ അരക്കപ്പ് തൈര്, പിന്നെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വറ്റൽമുളകിന് പകരം പച്ചമുളക് എടുക്കാം കേട്ടോ. മലക്കറി പച്ചമുളകോ അല്ലെങ്കിൽ നാടൻ മുളക് എടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയാണ്, 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും ചെറിയ കുഞ്ഞുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് വെക്കുക, അടിയിൽ പിടിക്കാതെ. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ തിരുമ്മിയതും മഞ്ഞ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കരിവേപ്പിലയും കൂടെ ഒന്ന് ഇറുത്ത് ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കായി വന്നിരിക്കുന്ന വെണ്ടയ്ക്ക ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ. എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ തൈര് ചേർത്തതായതുകൊണ്ട് നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്കി ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. പാൻ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫാക്കണം. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. നന്നതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്ക് ഇനി കടുകും കൂടെ താളിച്ച് വെച്ചേക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാൻ മറക്കണ്ടേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും അതൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം.